आप लोगों को आप लोग जीते हैं, आप लोगों का पक्ष आया। एक सवाल यही सवाल सब लोग पूछ रहे हैं कि क्या जहाँ जहाँ पेपर लीक हो रहे हैं जिन जिन राज्यों में, क्या उन राज्यों में भी सीजेपी का इस तरीके का प्रदर्शन देखने को मिलेगा? नहीं, चाहे पंजाब हो, कर्नाटक हो। पैर दब जाएगा। आशुतोष भैया, भाई मेरे को बैठने दे। इसी से चढ़ाऊंगा इसके। सौरभ, क्या बाकी राज्यों में भी सीजेपी इस तरीके से प्रोटेस्ट करेगी? आशुतोष, आम आदमी पार्टी को आपने मंच दिया, आम आदमी पार्टी को आपने मंच दिया, क्या पंजाब में करेंगे? पंजाब में करेंगे, पंजाब में आम आदमी पार्टी को मंच दिया। ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധം അതിന്റെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ നേടിയെടുത്തുകൊണ്ട് അവസാനിച്ചു. എന്നാൽ ഈ ഒരു സമരം അവസാനിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയ നമ്മുടെ അഭിജിത്ത് ദീപ്ക ഉൾപ്പെടെയുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കളെ മാധ്യമങ്ങൾ വളഞ്ഞു. അവരൊരു ചോദ്യം ചോദിച്ചു. പഞ്ചാബിലും കർണാടകയിലും നടന്ന ചോദ്യപേപ്പർ ചോർച്ചയിൽ CJPയുടെ സമരം ഉണ്ടാകുമോ എന്ന്. അവിടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ട്, അവിടെയും ചോദ്യപേപ്പറുണ്ട്, അത് ചോർന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ CJPയുടെ നേതാക്കളായിട്ടുള്ള അഭിജിത്ത് ദീപ്ക ഉൾപ്പെടെയുള്ള ആളുകൾ മൗനം പാലിക്കുക, അല്ലെങ്കിൽ ആ ചോദ്യത്തോട് പ്രതികരിക്കേണ്ട തയ്യാറായില്ല. കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, CJP എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒറ്റയ്ക്കൊരു സമരം നയിച്ച് വിജയിപ്പിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അതാണ് യാഥാർത്ഥ്യം. കാരണം മറ്റൊന്നുമല്ല, ഇതൊരു ഓർഗനൈസ്ഡ് സംഘടനയല്ല. ഓർഗനൈസ്ഡ് സംഘടന എന്ന് പറയുമ്പോൾ ബൂത്ത് ലെവൽ തൊട്ട് പ്രവർത്തകരുണ്ടാവും, കൃത്യമായ രീതിയിൽ അതിന് ചുമതലപ്പെട്ട അധികാരികളുണ്ടാവും. ആ അധികാരികളായിരിക്കും ഈ ഒരു സംഘടനയെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെറും ഒരു സോഷ്യൽ മീഡിയ മൂവ്മെന്റ് ആയിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഭരണഘടനയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു സംഘടനയ്ക്ക് ഒരു സമരം ചെയ്ത് വിജയിപ്പിക്കണമെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ സഹായം ആവശ്യമാണ്. ആ സഹായം വേണ്ട രീതിയിൽ CJPക്ക് കിട്ടിയിട്ടുണ്ട്. ഈ നടന്ന സമരത്തിൽ നമുക്കറിയാം, കോൺഗ്രസ് എന്ന് പറയുന്ന ദീർഘകാലം ഇന്ത്യ ഭരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പറയുന്ന CJPക്ക് സപ്പോർട്ട് ചെയ്തു. അത് സത്യം പറഞ്ഞ കോൺഗ്രസിന്റെ കഴിവുകേടാണെന്ന് നിങ്ങൾ ഓർക്കണം. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 3 ടേമായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദം അലങ്കരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് ലീഡറാണ്. മെയ് മാസത്തിൽ നടന്ന നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് യാതൊരു നടപടിയും ഈ ഒരു വിഷയത്തിൽ കൈക്കൊണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ CJP എന്ന് പറയുന്ന സംഘടന വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ജന്തർ മന്ദറിൽ സമരത്തിന് വരില്ലായിരുന്നു. അത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ വമ്പൻ പരാജയമാണ്. ഈ ഒരു വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അടുത്ത ഇലക്ഷനെയും കോൺഗ്രസ് നേരിടുന്നതെങ്കിൽ അടുത്ത ടൈമും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാനുള്ള എല്ലാ യോഗ്യതയും കോൺഗ്രസിനുണ്ട് എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. പിന്നെ നെക്സ്റ്റ്, നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികം വേരോട്ടം ഇല്ല, അത് വാസ്തവമാണ്. എന്നിരുന്നാൽ പോലും കേരളത്തിൽ നിന്നുൾപ്പെടെ സഖാക്കൾ ഈ പറയുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിലെത്തി. ഇപ്പോഴും കുറെ അധികം ആളുകൾ ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. ഇവിടുന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്ന സഖാക്കളിൽ പലരും ഡൽഹിയിൽ എത്തുന്നതിന് മുൻപ് സമരം അവസാനിപ്പിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു. ഇനിയിപ്പോൾ എന്തായാലും അവരവിടെയൊക്കെ പോയെന്ന് ഡൽഹിയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു വന്നോളൂ. അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടി. സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള സകലമാന പ്രതിപക്ഷ കക്ഷികളും ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്നിൽ അണിനിരക്കുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നൂറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, നെഹ്റു കഴിഞ്ഞാൽ EMS ആയിരിക്കുമെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ മുദ്രാവാക്യം മുഴക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. അതേപോലെ തന്നെ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പിന്മുറക്കാരാണ് തങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഡൽഹിയുടെ ഭരണം പിടിച്ച ആം ആദ്മി പാർട്ടി, ഇവരെല്ലാം തന്നെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പിറന്ന ഒരു സംഘടനയ്ക്ക് പിന്നിൽ അണിനിരക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ബാക്കിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എത്രത്തോളം മതപ്പതിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമര വിജയം. ഇവിടെ BJPക്ക് നഷ്ടപ്പെടാണ്ടൊന്നുമില്ല. കാരണം മറ്റൊന്നുമില്ല, അവർക്കൊരു ക്രൈസിസ് വന്നു, അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് അവർ വിജയിച്ച് മുന്നോട്ട് പോയി. പക്ഷെ ഇവിടെ പരാജയപ്പെട്ടത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ മുന്നണിയിലുള്ള മറ്റ് സഖ്യകക്ഷികൾ ഇവരെല്ലാം തന്നെ ഈ ജനത്തിന് മുന്നിൽ കോമാളികളായി മാറുകയാണ്.
എന്തിനാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദമായിട്ട് മാറുന്നത്? എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹത്തിനെ കൊണ്ട് പറ്റും പട്ടായക്ക് ടൂറിന് പോകാനും തായ്ലൻഡിൽ പോകാനും ആൻഡമാൻ നിക്കോബാറിൽ പോയി അവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന് തുരങ്കം വെക്കാനും ഒക്കെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് സമയമുള്ളൂ. പിന്നെ പറ്റുമെങ്കിൽ ഇടയ്ക്കൊന്ന് വന്നിട്ട് നമ്മുടെ പാർലമെന്റിൽ ഇരുന്ന് നല്ലൊരു ഉറക്കം അങ്ങ് പാസ്സാക്കും. ഇതിനൊക്കെ നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് സമയമുള്ളൂ. അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ഒരു സോഷ്യൽ മീഡിയ മൂവ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഒരു സമരം നടത്തി വിജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഈ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിൽ പോയിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ BJP നഷ്ടപ്പെടാനും മറ്റൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിലേക്ക് ഒരു ക്രൈസിസ് വന്നു. അതിനെ അവർ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ആ ഒരു വിഷയം വഷളാകാത്ത രീതിയിൽ അവസാനിപ്പിച്ചു. നമ്മുടെ ധാരാളം സെലിബ്രിറ്റീസ് ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി. രഞ്ജിനി ഹരിദാസ്, ജാൻമണി തുടങ്ങിയ ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിൽ പോയി. ടോവിനോ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയ വഴി ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇവരുടെ എല്ലാം മുന്നിലേക്ക് നമ്മുടെ കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന ഭരിക്കുന്ന സർക്കാരുകളെ പാമ്പർ ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. കാരണം അവാർഡ്, അതേപോലെ തന്നെ നല്ല ഫെയിം, ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ സംസ്ഥാനം മാറി മാറി ഭരിക്കുന്ന ഇടത് വലത് മുന്നണികളെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയേ പറ്റൂ. അതിൻ്റെ ഒരു സ്ലേവറി, ഉടമകളോടുള്ള വിധേയത്വം, അത് മാത്രമാണ് നിങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി പഞ്ചാബിലും കർണാടകയിലും സമരം നയിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ സമരം ചെയ്യാൻ അവരിറങ്ങി തിരിച്ചാൽ തന്നെ കൂടെ നിൽക്കാൻ ആളുണ്ടാവില്ല. കാരണം ഈ ഒരു സമരം വിജയിപ്പിച്ചതുപോലും കോക്രോച്ച് ജനതാ പാർട്ടി മാത്രമല്ല, ഈ പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളാണ്. പഞ്ചാബിലേക്ക് സമരവുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന സംഘടനയെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ മുൻകാല പ്രസ്ഥാനത്തെ ഒരു ഊരാക്കുടുക്കിലേക്ക് കൊണ്ടിടാണ്ട് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ എന്നാ, ബൈ.